ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു വിഷയത്തിലേക്ക് നമ്മൾ കടന്നു പോകാനുണ്ടായ സാഹചര്യം മുന്നമേ പറഞ്ഞതുപോലെ ഒരു പഴയ പാട്ട് വിചിത്രമായ നിലയിൽ വളരെ സീനിയറായിട്ടുള്ള വയോധികനായിട്ടുള്ള ഒരു ശുശ്രൂഷകൻ പാടി നൃത്തമാണെന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെ പറയാനിടയായി. അത് മറ്റ് വിശ്വാസികളൊക്കെ ഏറ്റുപിടിച്ചു. അങ്ങനെ ആരാധനയിൽ നൃത്തമുണ്ട്, പഴയ നിയമത്തിൽ നൃത്തമുണ്ട്, പുതിയ നിയമത്തിൽ നൃത്തമുണ്ട്. മുടന്തൻ കുതിച്ചു ചാടി നൃത്തം ചെയ്തു എന്നൊക്കെയുള്ള വാദഗതികളുമായിട്ട് അനേകർ വന്നു. പിന്നെ ദാവീദിൻ്റെ നൃത്തമാണ് ഏറ്റവും പ്രാധാന്യത്തോടെ എല്ലാവരും അവതരിപ്പിച്ചത്. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി ഈ വിഷയത്തിൻ്റെ ഒരു ആഴങ്ങളിലേക്കൊന്ന് പോകാമല്ലോ എന്ന്. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നമ്മൾ കുറേ ആഴ്ചകളായിട്ട് ഈ നൃത്തത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. അതിൻ്റെ തുടക്ക ആഴ്ചകളിൽ നമ്മൾ ദാവീദ് നൃത്തം ചെയ്യാനുണ്ടായ സാഹചര്യങ്ങളും അതിൻ്റെ പശ്ചാത്തലങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ പഴയ നിയമത്തിൽ നിന്ന് തന്നെ ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ചു. ശമൂവേലിൻ്റെ 1ഉം 2ഉം പുസ്തകങ്ങൾ, ദിനവൃത്താന്ത പുസ്തകങ്ങൾ, അങ്ങനെ പല പുസ്തകങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ആ പശ്ചാത്തലം എടുത്തത്. ദാവീദ് എന്തുകൊണ്ട് നൃത്തം ചെയ്തു, നൃത്തം ചെയ്ത സ്പേസ് എവിടെ, നൃത്തം ചെയ്ത സ്ഥലം എവിടെയാണ്? അന്നത്തെ കാലത്ത് ഇസ്രായേലിൻ്റെ ആരാധനാ ഇടം എന്ന് പറയുന്നത് സമാഗമന കൂടാരമാണ്. അതിൻ്റെ വിശുദ്ധ സ്ഥലത്താണ് ശരിക്കും ആരാധന നടക്കുന്നത്. പുരോഹിതന്മാരാണ് ആരാധന അർപ്പിക്കുന്നത്. 12 ഗോത്രത്തിനും വേണ്ടി അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാധന അർപ്പിക്കുന്നത് അഹ്റോൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാരാണ്. അതാണ് അവിടുത്തെ സിസ്റ്റം. അതേസമയം ഇപ്പോൾ ദാവീദ് നൃത്തം ചെയ്തു എന്ന് പറയുന്നത് ഈ വിശുദ്ധ സ്ഥലത്ത്, ഇപ്പോൾ ദാവീദ് നൃത്തം ചെയ്തു എന്ന് പറഞ്ഞാണ് എല്ലാവരും ക്ലെയിം ചെയ്യുന്നത്. ദാവീദ് നൃത്തം ചെയ്തത് അവർ ആരാധനയ്ക്ക് കടന്നു വരുന്ന സമാഗമന കൂടാരത്തിൻ്റെ ഹോളി പ്ലേസിൽ ധൂപപീഠത്തിൻ്റെ മുമ്പിലാണോ എന്നൊരു ചോദ്യമുണ്ട്. ധൂപപീഠത്തിൻ്റെ മുമ്പിലാണോ എന്ന്. അപ്പോൾ വരുന്ന മറുപടി അവൻ പെട്ടകത്തിന് മുമ്പിൽ നൃത്തം ചെയ്തെന്നാണ്. പെട്ടകം ഇരിക്കുന്നത് എവിടെയാണ്? അതിപരിശുദ്ധ സ്ഥലത്താണ്. ഇപ്പോഴൊരു പ്രത്യേക സാഹചര്യത്തിൽ പെട്ടകം അവരുടെ മുമ്പിൽ വന്നതിൻ്റെ കാരണം എന്താ? പെട്ടകം പിടിക്കപ്പെട്ട് പെട്ടകം ഫെലിസ്ത്യർ കൊണ്ടുപോയി. അങ്ങനെ ഫെലിസ്ത്യ ദേശത്ത് നിന്ന് അത് മടക്കി കൊണ്ടുവന്നു ഇസ്രായേലിലേക്ക്. അങ്ങനെ ഫെലിസ്ത്യ ദേശത്ത് നിന്ന് പെട്ടകം ഇസ്രായേലിലേക്ക് മടങ്ങി വന്ന് കുന്നിൻമോളിലുള്ള അബീദാദാവിൻ്റെ വീട്ടിൽ കുറേ കാലം ഇരുന്നു. അവിടെ നിന്ന് പെട്ടകം കൊണ്ടുവരുവാനായിട്ട് ദാവീദ് ശ്രമിച്ചു. ആ ശ്രമം പാളിപ്പോയി, വലിയ ദുഃഖത്തിന് കാരണമായി. ദാവീദ് അന്ന് ഏറ്റവും ഭയപ്പെട്ടു പോയി. അങ്ങനത്തെ ഒത്തിരി അനിഷ്ട സംഭവങ്ങളുണ്ടായി. പിന്നത്തേതിൽ നമ്മൾ കാണുന്നത് ആ പെട്ടകം ഓബേദ്-ഏദോമിൻ്റെ വീട്ടിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് ദാവീദ് ഒരു പ്രത്യേക സമയം വന്നപ്പോൾ ഓബേദ്-ഏദോമിൻ്റെ വീട്ടിൽ നിന്ന് പെട്ടകം യെരുശലേമിലേക്ക് കൊണ്ടുവരുവാനായിട്ട് വീണ്ടും പോകുന്നു. അങ്ങനെ വീണ്ടും പെട്ടകം കൊണ്ടുവരുന്ന സമയത്ത് അതിൻ്റെ ചട്ടപ്രകാരം, ക്രമപ്രകാരം എല്ലാ നിലയിലും കാര്യങ്ങളെല്ലാം അപഗ്രഥിച്ച് പഠിച്ചിട്ട് തന്നെയാണ് പെട്ടകം കൊണ്ടുവരുന്നത്. നേരത്തെ ചുമ്മാ അങ്ങ് കൊണ്ടുവരാൻ നോക്കിയതാ, അടി കിട്ടി. അപ്പോൾ ഇപ്പോൾ അങ്ങനെയല്ല, കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടാണ് പെട്ടകം കൊണ്ടുവരുന്നത്. അങ്ങനെ പെട്ടകവുമായിട്ട് യെരുശലേമിലേക്ക് വരുമ്പോൾ ദാവീദിന് തന്നെത്താൻ അടക്കാൻ കഴിഞ്ഞില്ല. ദൈവസന്നിധിയിൽ തന്നെത്താൻ താഴ്ത്തിക്കൊണ്ട്, അതായത് ജനം മനസ്സിലാക്കുമാറ് രാജവസ്ത്രങ്ങൾ ഉരിഞ്ഞു വെച്ചു, കിരീടവും ചെങ്കോലും താഴെ വെച്ചു. അങ്ങനെ അതെല്ലാം താഴെ വെച്ചിട്ട് ഒരു ഭൃത്യൻ്റെ വേഷം പോലെ, അല്ലെങ്കിൽ ഒരു പുരോഹിതൻ ഉപയോഗിക്കുന്ന പഞ്ഞിനൂലങ്കി കൊണ്ടുള്ള വസ്ത്രം പോലെയുള്ളൊരു വസ്ത്രം അരയിൽ ചുറ്റിക്കൊണ്ട് താൻ ദൈവസന്നിധിയിൽ, അതായത് പെട്ടകത്തിന് മുമ്പാകെ, പെട്ടകം എന്ന അതിപരിശുദ്ധ സ്ഥലത്തല്ല, പെട്ടകം ഇങ്ങനെ കൊണ്ടുവരുന്നു. ആ കൊണ്ടുവരുന്ന പെട്ടകത്തിൻ്റെ മുന്നിലൂടെ താൻ നൃത്തം ചെയ്ത് പോയ കാര്യമാണ് വായിക്കുന്നത്. അങ്ങനത്തെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് പുതിയ നിയമ ആരാധനയോടുള്ള ബന്ധത്തിൽ അതിൻ്റെ നിഴലുകളിലേക്ക് കടന്നുപോയി. പഴയ നിയമ ആരാധന, പുതിയ നിയമ ആരാധന, ഇതെല്ലാം നമ്മൾ പറയാനിടയായി. കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് നമ്മൾ 2-3 വാക്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതായത് ഒരു വാക്യം എന്ന് പറയുന്നത് റോമാലേഖനം 9-ാം അധ്യായത്തിൽ ഇസ്രായേലിന് ദൈവം വാഗ്ദത്തങ്ങളെ കൊടുത്തു. ആരാധനയെക്കുറിച്ചുള്ള ചട്ടങ്ങളും പ്രമാണങ്ങളും എല്ലാം ഇസ്രായേലിനാണ് കൊടുത്തത്. അത് കഴിഞ്ഞ് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ കണ്ടു, ആദ്യ ഉടമ്പടിയിലെ ആരാധനയ്ക്ക് വിശേഷപ്പെട്ടൊരു മന്ദിരം ഉണ്ടായിരുന്നു. അവിടുത്തെ ആരാധനാ സമ്പ്രദായങ്ങൾ, കാര്യങ്ങൾക്കൊക്കെ ചട്ടങ്ങളും പ്രമാണങ്ങളും ഉണ്ടായിരുന്നു. പൗരോഹിത്യം അവർക്ക് കൽപ്പിച്ചാക്കി. അതുപോലെ ഈ ശുശ്രൂഷകളും അതിൻ്റെ ക്രമങ്ങളും എല്ലാം ഇസ്രായേലിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുന്നത് എങ്ങനെയാണെന്നൊക്കെ വിസ്തരിച്ച് തന്നെ നമ്മൾ പറഞ്ഞു. അവരുടെ പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്ത് സുഗന്ധ ധൂപപീഠത്തിൽ സുഗന്ധ ധൂപം അർപ്പിക്കുന്നതും ആ ധൂപത്തിൽ ദൈവം പ്രസാദിക്കുന്നതും, അപ്പോൾ സാമാന്യ ജനം പ്രാകാരത്തിൽ നിൽക്കുന്ന ജനത്തിനിടയിൽ തന്നെ വിശേഷപ്പെട്ട 2 പ്രധാന ഗ്രൂപ്പുണ്ട്. അതായത് അവരുടെ വാദ്യസംഘക്കാരും അവരുടെ ഗായക സംഘക്കാരും. അവരുടെ ഗായക സംഘം ഗാനങ്ങൾ ആലപിക്കും, അവരുടെ വാദ്യസംഘം ആ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് അതിൻ്റെ താളങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും. അങ്ങനെയൊക്കെയാണ് അവർ പാട്ട് പാടുന്നത്. അവരതൊക്കെ ചെയ്യാനായിട്ട് പ്രാകാരത്തിന് വെളിയിലാണ് നിൽക്കുന്നത്.
അവർക്കൊന്നും വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ അനുവാദമില്ല. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ സാമാന്യ ജനം എങ്ങനെയൊക്കെയാണ് അവിടെ നിൽക്കുന്നതും കാര്യങ്ങളെ ബിഹേവ് ചെയ്യുന്നതും എന്നൊക്കെയുള്ളതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ കർത്താവ് ശമരിയക്കാരോട് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലൂടെ, സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കും. അങ്ങനെ ആരാധിക്കുന്ന ഒരു നാഴിക വന്നുമിരിക്കുന്നു. പിതാവ് ആത്മാവാകുന്നു. അതിനൊക്കെ മുമ്പ് പറഞ്ഞു, അതിൻ്റെ തൊട്ട് മുകളിലുള്ള വാക്യത്തിൽ ശമരിയക്കാരി സഹോദരിയോട് പറഞ്ഞത്, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. അതായത് അറിഞ്ഞൊരു ആരാധനയുണ്ട്, അല്ലാത്ത ആരാധനയുണ്ട്, അല്ലേ? അങ്ങനെ പറഞ്ഞു വന്നിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നത്. ശമരിയക്കാരിക്ക് ചില ക്ലെയിമുകളുണ്ട്, അവരുടെ ആരാധനാ രീതികൾ ഗ്രാസിം മലയിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ കർത്താവ് പറയുകയാണ്, യഹൂദന്മാരുടെ ആരാധന മോറിയ മലയിലാണ്, അത് അങ്ങനെയാണ് അവരുടെ ആരാധനയൊക്കെ. എന്നാൽ ഈ രണ്ട് ആരാധനാ രീതികളിൽ നിന്ന് വിഭിന്നമായി, ഈ പറയപ്പെട്ട എല്ലാ ആരാധനകളിൽ നിന്നും വിഭിന്നമായി സത്യാരാധന വെളിപ്പെടുന്നു. മാളികമുറിയിൽ അത് വെളിപ്പെടാൻ പോവുകയാണ്, അങ്ങനെ ഒരു ആരാധന. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലെ ആരാധനയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. റോമാലേഖനം 1:10. ആ കാലഘട്ടത്തിൽ ഇസ്രായേൽ ആരാധിക്കാൻ വരുന്നത് സമാഗമന കൂടാരത്തിൻ്റെ വിശുദ്ധ സ്ഥലത്തും പിന്നത്തേതിൽ യെരൂശലേം ദൈവാലയത്തിൻ്റെ വിശുദ്ധ സ്ഥലത്തുമാണ്. അവിടെയാണ് ധൂപം അർപ്പിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നത്. എന്നാൽ ഈ റോമാലേഖനം 1:10 അനുസരിച്ച് നമ്മൾ കാണുന്നത്, പൗലോസ് പറയുന്നു, ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷിയെന്ന്. അതായത് ആരാധന ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. അന്ന് ഒരു ദൈവാലയത്തിലാണ് ആരാധന നടക്കുന്നതെങ്കിൽ ഇന്ന് മാളികമുറിയിൽ കൂടിയിരുന്ന 120 പേരെയും ദൈവത്തിൻ്റെ ആലയം എന്ന നിലയിൽ അപ്ഗ്രേഡ് ചെയ്തു. അവരെ ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലയമായി പരിഗണിക്കുകയാണ്. ആ ആലയത്തിലെല്ലാം ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വന്നു. അവരിലെല്ലാം ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വന്നു. അവിടെ ആത്മാവിലുള്ള ആരാധന ആരംഭിക്കുകയാണ്. പിന്നീട് ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ക്രിസ്തീയ സഭ ആത്മാവിൽ ആരാധിച്ചു മുന്നോട്ട് പോവുകയാണ്. എന്നാൽ കാലക്രമത്തിൽ ഈ ആത്മാവിലുള്ള ആരാധനയൊക്കെ അടച്ചു പൂട്ടിയിട്ട് മാനുഷിക സമ്പ്രദായത്തിലുള്ള ചില പാരമ്പര്യങ്ങളുടെയൊക്കെ ക്ലെയിമിൽ അവർ ആരാധിക്കാൻ ആരംഭിച്ചു. റൂട്ട് തെറ്റി ആരാധനയിലേക്ക് പോയി. വിവിധങ്ങളായ ഗ്രൂപ്പുകളായി വേർതിരിഞ്ഞുകൊണ്ട് അങ്ങനത്തെ ആരാധനാ രീതികളിലേക്കൊക്കെ പോയി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ പെന്തക്കോസ്റ്റ് മൂവ്മെൻ്റ് ആരംഭിക്കുന്നതും ആത്മാവിലുള്ള ആരാധനയും സത്യവചനത്തിൻ്റെ ഘോഷണവും. അങ്ങനെ സുവിശേഷം നിർലോഭമായി ഘോഷിക്കപ്പെടുകയും അനേകർ ആ സുവിശേഷം ഏറ്റെടുക്കുകയും അങ്ങനെ വിശ്വാസമായി പരിണമിച്ചു. വിശ്വാസ വഴിയിൽ വന്നവരെ പിന്നത്തേതിൽ വിശ്വാസ സ്നാനത്തിന് വിധേയമാക്കി. അവർ കാത്തിരുന്ന ആത്മസ്നാനം പ്രാപിച്ചു. അങ്ങനെ മുന്നേറുന്നൊരു കാലഘട്ടം. പിന്നെയും നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ പലതരം ഉപദേശങ്ങളഹോ പാരിൽ മുളച്ചു പരക്കുന്നു എന്ന് പണ്ട് പാട്ട് പാടിയതുപോലെ പലതരം ഡാൻസുകൾ ചുറ്റോട് ചുറ്റും നടക്കുന്ന ഒരു കാലം. അങ്ങനെ ഡാൻസുകൾ നടക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ പഴയ നിയമ ആരാധനയിൽ പുരോഹിതൻ വിശുദ്ധ സ്ഥലത്ത് ധൂപം അർപ്പിക്കുന്ന കാര്യം പറഞ്ഞു. സാമാന്യജനം വെളിയിൽ നിൽക്കുന്നു. അതുപോലെ അവരുടെ കൊയർ എന്ന് പറയുന്നത് അവരെല്ലാം വെളിയിലാണ്. ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം വെളിയിലാണല്ലോ. വിശുദ്ധ സ്ഥലത്ത് അങ്ങനെ ഇൻസ്ട്രുമെൻസുമായിട്ട് കടന്നു പോകാനായിട്ട് സാധ്യമല്ല. നിഴലായ ആ വിഷയത്തിൻ്റെ പൊരുളിലേക്ക് നമ്മൾ വരുമ്പോൾ പുതിയ നിയമ ആരാധന എന്നുള്ള വിഷയം ചിന്തിക്കുമ്പോൾ പുതിയ നിയമ ആരാധനയിൽ നമ്മുടെ ആത്മാവിലാണ് പരിശുദ്ധാത്മാവ് വസിക്കുന്നത്. അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിച്ചുകൊണ്ട് പിതാവായ ദൈവത്തെ ആരാധിക്കുവാൻ പാകത്തിന് നമ്മെ സത്യാരാധനക്കാരാക്കി മാറ്റുകയാണ്. ആ ആത്മസാന്നിധ്യം നാം നമ്മുടെ ആത്മാവിൽ അനുഭവിക്കുകയാണ്. അങ്ങനെ ഗംഭീര നിമിഷങ്ങളെക്കുറിച്ച് നാം പറഞ്ഞു. അങ്ങനത്തെ ആരാധനയുടെ സമയത്ത് വാദ്യോപകരണങ്ങൾക്ക് സ്ഥാനമില്ല, അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ മറ്റാരെങ്കിലും എന്തെങ്കിലും ഇൻസ്ട്രുമെൻസിൻ്റെ ശബ്ദമൊക്കെ കേൾപ്പിച്ച് നമ്മെ ഉത്തേജിപ്പിച്ചല്ല ആരാധിക്കേണ്ടത്. അങ്ങനത്തെ ആരാധനകളൊക്കെ ജഡത്തിലേക്ക് പോകും, ജഡത്തിലുള്ള ആരാധനയായി പോകും. ആത്മാവിലുള്ള ആരാധന എന്നുള്ളതിൽ നിന്ന് വഴുതിപ്പോവും. അതുകൊണ്ട് നമ്മൾ പാട്ട് പാടുമ്പോൾ താളത്തിന് വേണ്ടി ഈ വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് അതിനെ സാവധാനം സൈഡിൽ ഒതുക്കി വയ്ക്കുക. എന്നിട്ട് വിശുദ്ധന്മാർ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുക. അങ്ങനെ പറഞ്ഞു പോയ കൂട്ടത്തിൽ എടുത്ത് ഞാൻ പറയാത്തൊരു കാര്യമുണ്ട്. അത് ഒരു സഹോദരൻ കമൻസിലൂടെ ചോദിച്ചു. അദ്ദേഹം ചോദിച്ചത് അപ്പോൾ കൈയും കാലൊക്കെ എന്ത് ചെയ്യണമെന്ന്. ഒരുപക്ഷെ തമാശ രൂപത്തിൽ ചോദിച്ചതാണോ അത് സീരിയസ് ആയിട്ട് ചോദിച്ചതാണോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം നല്ല രീതിയിൽ വചനം പഠിക്കുന്ന ആളായിരിക്കാം ഒരുപക്ഷെ. അങ്ങനത്തെ ചോദ്യത്തിന് എന്ത് മറുപടി പറയും? എന്തോ ഒരു മറുപടി ഞാനവിടെ കൊടുത്തു. വേറെ ആർക്കൊന്നും മറുപടി കൊടുത്തില്ലെങ്കിലും ആ സഹോദരന് മറുപടി കൊടുത്തു. അതായത് സഹോദരങ്ങളെ, നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ കൈയൊക്കെ. നമ്മുടെ കൈകളെ തട്ടിയെല്ലാം നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയും. ഇപ്പോൾ ഏഷ്യൻ വംശജരായ ആളുകൾ ഇങ്ങനെ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ കൈകളെ അടിച്ച് നല്ല രീതിയിൽ പാട്ട് പാടും. ഇങ്ങനെ കൈകളെ അടിച്ചൊക്കെ ആരാധിക്കും. അതേസമയം യൂറോപ്യൻസ് അവരാരും അങ്ങനെ അധികം കൈകളെ അടിക്കുന്നവരല്ല.
അവർ വിശേഷപ്പെട്ട ഹൈംസൊക്കെ പാടുന്ന സമയത്ത് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് കരങ്ങളെ ഉയർത്തിയായിരിക്കും അവർ പാട്ട് പാടുന്നത്. അവർ ആത്മാവിൽ ആരാധിക്കുമ്പോഴും ചില സമയത്തൊക്കെ കരങ്ങൾ ഉയർന്നു നിൽക്കും. അപ്പോൾ നമ്മൾ അവരെ സൂക്ഷിച്ച് നോക്കുമ്പോൾ, എല്ലാ സാഹിബിൻ്റെയും കാര്യമല്ല കേട്ടോ, ഭക്തന്മാരായവരുടെ കാര്യമാണ്, അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകി വരുന്നത് കാണാം. സന്തോഷത്തിൻ്റെ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകി വരുന്നത് കാണാം. കാരണം എന്താ? പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തിന് സ്തോത്രം. ഈ ഭാഗ്യ പദവി, തേജോമയനായ ദൈവത്തെ ആരാധിക്കാൻ. അങ്ങനെ ഒരു സായിപ്പിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നതിൻ്റെ കാരണം എന്താ? തങ്ങളുടെ ചുറ്റുപാടുമുള്ള സായിപ്പന്മാരും മദാമുമാരൊക്കെ ഉടുതുണിയില്ലാതെ കളിനും കഞ്ചാവിനും പലവിധമായ കാര്യങ്ങൾക്കൊക്കെയായിട്ട് ലോകത്തിൻ്റെ സ്നേഹിതന്മാരായി പരക്കം പാഞ്ഞ് നടക്കുമ്പോൾ തനിക്ക് ഈ സത്യങ്ങൾ വെളിപ്പെട്ട് കിട്ടിയല്ലോ. ഈ സത്യദൈവത്തെ അനുഭവിക്കുവാൻ അദ്ദേഹം അനുഭവിക്കുകയാണ് ദൈവസന്നിധിയിൽ. അതുകൊണ്ടാണ് കണ്ണുകൾ നനഞ്ഞത്. ദൈവസന്നിധിയിലേക്ക് വിറയാർന്ന കരങ്ങൾ ഉയർത്തി ആത്മാവിൽ ആരാധിക്കുകയാണ്, അന്യഭാഷയിൽ ആരാധിക്കുകയാണ് ദൈവത്തെ. കരം തട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് കരങ്ങളെ തട്ടി ആരാധിക്കാം, ഈ പറഞ്ഞ രീതിയിൽ ആരാധിക്കാം. ഇതൊന്നുമില്ലാതെയും ദൈവത്തെ ആരാധിക്കാമല്ലോ. നമ്മൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത് വ്യത്യസ്തമായൊരു കാര്യമല്ലേ. അതിൻ്റെ ശബ്ദം വല്ലാത്ത നിലയിൽ ഉയർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഏകാഗ്രത നഷ്ടപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? ആ ഇൻസ്ട്രുമെൻസിൻ്റെ ശബ്ദം വല്ലാത്ത രീതിയിൽ അവിടെ പ്രവഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏകാഗ്രതയെ ബാധിക്കും. ആത്മാവിലുള്ള ആരാധനയെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ചിലർക്ക് അത് വിഷയമല്ലായിരിക്കാം, ചിലർക്ക് അതൊക്കെ വിഷയമാണ്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഴയ നിയമവും പുതിയ നിയമവും ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ നിഴലും പൊരുളും കിട്ടുന്നതിൽ നിന്നാണ് ഈ പറയുന്നത്. അല്ലാതെ നമ്മളെന്തെങ്കിലും ഉണ്ടാക്കി പറയുന്നതാണോ? പഴയ നിയമത്തിലെ ആരാധനയുടെ രീതി അങ്ങനെയാണ്. അപ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതേ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് നാം വരുന്നത്. പുതിയ നിയമത്തിൽ അതിന് തക്കതായ വാക്യങ്ങളൊന്നുമില്ല. നിങ്ങൾ എൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിട്ട് വരണമെന്ന്. നമ്മൾ മുന്നമേ പറഞ്ഞു, പാട്ട് വേറെ ആരാധന വേറെ എന്ന്. ചെങ്കടൽ കടന്ന് മിരിയാം പാട്ടുപാടി, തപ്പെടുത്ത് പാട്ടുപാടി. അതേസമയം ഇസ്രായേൽ ദൈവത്തെ ആരാധിച്ചു എന്ന് പറയുന്നത് ഹോരേബി വന്നപ്പോഴാണ്. അവിടെയാണ് ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് ദൈവത്തെ ആരാധിച്ചത്. അതായത് അവർ നിർമ്മിച്ച സമാഗമന കൂടാരത്തിൻ്റെ വിശുദ്ധ സ്ഥലത്ത് സുഗന്ധ ധൂപപീഠത്തിൽ സുഗന്ധവർഗ്ഗങ്ങൾ പുകച്ചുകൊണ്ട് അതിൻ്റെ സൗരഭ്യം അത്യുന്നതൻ്റെ സന്നിധിയിലേക്ക് എത്തി. അവിടെയാണ് ആരാധനയുടെ സീരിയസ്നെസ് വരുന്നത്. അതൊക്കെ പുതിയ നിയമത്തിൽ നമുക്ക് പറയാനും പഠിപ്പിക്കാനുമുണ്ട്. തോന്നുന്നത് പോലെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പഴയ നിയമത്തെ നമുക്ക് തോന്നിയ സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി ഇത് ആരാധനയാണെന്നും പറയാൻ പറ്റില്ല. അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ പുതിയ നിയമത്തിൽ ഗൗരവമാണെന്നേ. നമ്മൾ അതിലേക്ക് ഈ പറഞ്ഞു പോകുന്നത്. 1-2 ആഴ്ച അതൊക്കെ പറയാൻ ശ്രമിച്ചെങ്കിലും അതങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് മറ്റു വഴിയിലേക്ക് പോയതുകൊണ്ടാണ് പറയാൻ പറ്റാത്തത്. അപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കാം, പൂർത്തിയാകാത്ത അടുത്ത ദിവസം പറയാം. അങ്ങനെ ഇസ്രായേൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാധിച്ച കാര്യം ഞാനിപ്പോൾ പറഞ്ഞല്ലോ, പറഞ്ഞു. അത് പറയുമ്പോൾ ആ വിഷയം വിശദമായി പറയാൻ ഞാൻ പുറപ്പാട് ദിവസം 30-ാം അധ്യായത്തിലേക്കാണ് പോകുന്നത്. പുറപ്പാട് ദിവസം 30-ാം അധ്യായത്തിലേക്ക്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ 1-2 ഇൻസിഡൻസ് വെക്കുകയാണ്. 1-2 ഇൻസിഡൻസ് അത് നിങ്ങളുടെ സ്മരണയിലിരിക്കട്ടെ. അതായത് ഇസ്രായേലിന് പ്രമാണമൊക്കെ ലഭിച്ചു, അവർ സമാഗമന കൂടാരം പണിതു, അവിടെ അവർ ആരാധന ആരംഭിച്ചു. അവിടെ ആരാധനയ്ക്കായിട്ട് ആദ്യമായി അഹ്റോൻ കടന്നു വരുന്ന ആ രംഗം നിങ്ങളൊന്ന് ഓർത്തു നോക്കി. അതിന് മുൻപ് ഒരു ചരിത്രമില്ലേ? ഹോരേബിൻ്റെ അടിവാരത്ത് കാളക്കുട്ടിയെ ഉണ്ടാക്കിയ മനുഷ്യൻ, താൻ നിമിത്തം 3000 പേര് പട്ടുപോയി. താനൊന്നും തീർന്നു പോകേണ്ടതാ, പക്ഷെ താൻ ഇന്നും ജീവനോടിരിക്കുക. അങ്ങനെ ശേഷം മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരാളെന്നുള്ള നിലയിലല്ല ഇന്ന് അഹ്റോൻ നിൽക്കുന്നത്. അഹ്റോൻ വിശേഷപ്പെട്ട ഒരു പദവി കൈകാര്യം ചെയ്യുകയാണ്. താൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ മഹാപുരോഹിതൻ എന്ന നിലയിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. അവിടെ കടന്നു വന്ന് നിൽക്കുമ്പോൾ തൻ്റെ ഹൃദയമിടിപ്പ് എങ്ങനെയായിരിക്കും? ആ 3000ൻ്റെ കൂടെ +1. എങ്ങനെയാ? 3001 അല്ല, അതായത് 3000 + 1 അങ്ങനെ കൂട്ടാം. 3001 കൂട്ടരുത്, 3000 + 1 അങ്ങനെ കൂട്ടണം. അങ്ങനെ തീർന്നു പോകേണ്ട ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഇപ്പോൾ മഹാകൃപയാൽ താൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുകയാണ്. മഹാകൃപയാൽ അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാധന അർപ്പിക്കുവാൻ ഉറയാർന്ന കൈകളുമായി താൻ ദൈവസന്നിധിയിലേക്ക് കടന്നു വരികയാണ്. ഒന്നും പറയാനില്ലെന്നീ, എന്നാ പറയാനാ? ഈ ശുശ്രൂഷയ്ക്ക് വരുവാനായിട്ട് എനിക്കൊരു ഓൾട്ടോ കാർ വേണമെന്നൊന്നും അഹ്റോൻ അവിടെ നിന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശുശ്രൂഷയ്ക്ക് വരണ്ടേ? വരാൻ വേണ്ടി ഒരു ഓൾട്ടോയോ മാരുതി 800 ഒന്നും അഹ്റോൻ ചോദിച്ചു കാണില്ല. അഹ്റോൻ്റെ ഹൃദയമിടിപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ?
അഹ്റോൻ്റെ ഹൃദയമിടിപ്പ് എന്തായിരിക്കും ആ മനുഷ്യൻ്റെ ഉള്ളിലെ നേരം? ഈ സെയിം നിലയിലാണ് നാം ദൈവസന്നിധി വരുന്നത്. പാപനിമിത്തം ദൈവത്തോട് ശത്രുക്കളായി അകലം വിട്ട് നടന്നവരാ നാം. നിത്യനാശത്തിലേക്ക് പോകേണ്ട മനുഷ്യരാണ്. ഒരു കണ്ണിനും അലിവ് തോന്നാതിരുന്നവരാണ്. അങ്ങനെയുള്ള നമ്മോടുള്ള ബന്ധത്തിൽ നമ്മെ രക്ഷിച്ച്, നമ്മെ ചുമ്മാ പാപത്തിൽ നിന്ന് വിടുവിച്ച് രക്ഷിച്ച് എടുക്കുക മാത്രമല്ല, നമ്മെ ഇന്ന് തൻ്റെ സന്നിധിയിൽ ധൂപമർപ്പിക്കുന്ന പുതിയ നിയമത്തിൻ്റെ പുരോഹിതന്മാരെന്ന നിലയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മെ ഓരോരുത്തരെ ആൺ പെൺ വ്യത്യാസമന്യേ ധൂപാർപ്പണത്തിന് വിളിച്ചിരിക്കുകയാണ്. അങ്ങനെ അത്യുന്നതൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ, ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ, അഹ്റോൻ്റെ ഉള്ളിലൂടെ കടന്നുപോയ ആ ചിന്തകൾ ഭയങ്കര ചിന്തകളായിരിക്കില്ലേ കടന്നുപോയത്? ശേഷിക്കും കാലം എങ്ങനെ ജീവിക്കണം എന്നൊക്കെ അഹ്റോൻ ചിന്തിച്ചു കാണും. ഈ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, അവനെ ഭയപ്പെട്ടുകൊണ്ട്, വിധേയപ്പെട്ടുകൊണ്ട്, വിശ്വസ്തനായിരിക്കണമെന്നൊരു ചിന്തയൊക്കെ, ഒരു സമർപ്പണമൊക്കെ വന്ന് കാണും ചിലപ്പോൾ. അടുത്തൊരു ഫയൽ തുറക്കുമ്പോൾ നമ്മൾ കാണുന്ന ആരാധനയോടുള്ള ബന്ധത്തിൽ അഹ്റോൻ്റെ പുത്രന്മാർ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് ധൂപം അർപ്പിക്കുന്ന കാര്യമാണല്ലോ പറഞ്ഞത്. അതായത് അങ്ങനെ ധൂപാർപ്പണവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് അങ്ങനെ അവർ ദൈവസന്നിധി കടന്നു വന്ന് യാഗാർപ്പണം, അതിനോടനുബന്ധിച്ച് ധൂപാർപ്പണം, അങ്ങനെ അല്പസമയം മുൻപോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാണുന്നൊരു കാര്യമാണ്, അവിടെ അയോഗ്യമായി കടന്നു വന്ന അന്യാഗ്നിയുമായി അഹ്റോൻ്റെ മൂത്ത പുത്രന്മാർ രണ്ടുപേരും ദൈവത്തിന് അനിഷ്ടമായുള്ള കാര്യം ചെയ്തു. അവരവിടെ പട്ടുപോയി. അവരുടെ ചാപ്റ്റർ ക്ലോസ്ഡ്, അതവിടെ അവസാനിച്ചു. അപ്പം ഞാൻ തുറന്ന ഫയൽ ഏതാ? എലയാസറിൻ്റെ ഇഥാമാറിൻ്റെ ഫയലാണ് തുറന്നത്. അവർ രണ്ടുപേരും പിന്നത്തേതിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വരികയാണ്. യാഗാർപ്പണം, ദെൻ ധൂപാർപ്പണം. അങ്ങനെ കടന്നു വന്ന് ആദ്യമായി അവർ ദൈവസന്നിധിയിൽ ധൂപം അർപ്പിക്കുന്ന ആ നിമിഷം ഒന്ന് ഓർത്തു നോക്കി. ആദ്യമായി അവർ ദൈവസന്നിധിയിൽ ധൂപം അർപ്പിക്കുന്നത്. അതിന് മുൻപ് വരെ മൂത്ത സഹോദരങ്ങളായ നാദാബും അബീഹുവും അർപ്പിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ആ ചീട്ട് എലയാസറിനും ഇഥാമാറിനും വന്നിരിക്കുകയല്ലേ. അവർ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ അവരുടെ സ്മരണയിൽ എന്തായിരിക്കും വരുന്നത്? ഇവിടെ അയോഗ്യമായി കടന്നു വന്ന് പട്ടുപോയ രണ്ട് സഹോദരന്മാർ ഞങ്ങൾക്കുണ്ട്. പഴയ നിയമത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ, അഹ്റോൻ്റെ കാര്യം പറഞ്ഞതങ്ങ് മാറ്റിവെക്കാം, പഴയ നിയമത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ രണ്ടുപേർ പട്ടുപോയൊരു കാര്യം നമുക്ക് അതിൻ്റെ ഏറ്റവും ആരംഭ കാലഘട്ടത്തിൽ കാണാൻ കഴിയും. അതാണ് നാദാബും അബീഹുവും. പഴയ നിയമത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ ആരാധനയോടുള്ള ബന്ധത്തിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമ കാലം ആരംഭിക്കുകയാണ്. സത്യാരാധന വെളിപ്പെട്ടു മാളികമുറിയിൽ. പിന്നത്തേതിൽ നമ്മൾ കാണുന്നത് യെരുശലേമിലെ സഭ ഒരുമിച്ചുകൂടി ദൈവസന്നിധിയിൽ ആനന്ദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന കാഴ്ചകളാണ്. വലിയ താമസമില്ലാതെ ഒരു ദുരന്ത വാർത്ത കടന്നു വരുന്നു. അനന്യാസ് സഫീറയും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നവരാ. അവർ രണ്ടുപേരും പട്ടുപോയി. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചതുകൊണ്ട് അവർ ഓട്ടോറിക്ഷ ഇടിച്ച് മരിച്ചതാണെന്നൊക്കെ ആൾക്കാർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊന്നും അല്ല. അവർ ദൈവസന്നിധിയിൽ പട്ടുപോയവരാണ്. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ച് ദൈവത്തിൻ്റെ കോപമാണ് അവരുടെ രണ്ടുപേരുടെ മേലും വന്നത്. അങ്ങനെയാണ് അവർ അവസാനിച്ചു പോയത്. യെരുശലേമിലുള്ള സകല വിശുദ്ധന്മാർക്കും ഈ കാര്യങ്ങളെ അറിയാം. ഇതറിയാത്തവരൊന്നും അല്ല അവിടെയുള്ളവർ. ഇതൊക്കെ അവർക്കറിയാം. അവർ പിന്നത്തേതിൽ ദൈവസന്നിധിയിൽ അടുത്തു വരുമ്പോൾ നോക്കണം, ദൈവ സാന്നിധ്യത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മ നിറവിൽ സംസാരിക്കേണ്ട കാര്യങ്ങൾ, പറയേണ്ട കാര്യങ്ങൾ, ഇവിടെ ചില വർത്തമാനങ്ങൾ നിമിത്തമാണ് അനന്യാസും സഫീറയും വീണുപോയത്. പരിശുദ്ധാത്മാവിനോട് വ്യാജം പറഞ്ഞ നിമിത്തം ഹൃദയങ്ങളെയും നിലവുകളെയും ഉൾപ്പൂവുകളെയും അറിയുന്നവൻ്റെ മുമ്പിൽ, അവൻ്റെ മുമ്പിലെല്ലാം തുറന്നു കിടക്കുകയല്ലേ. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്തെങ്കിലും മറച്ചു വയ്ക്കാൻ പറ്റുമോ? എന്തെങ്കിലും വ്യാജം പറ്റുമോ? അവിടെ ഒരു വ്യാജവും പറ്റില്ല. അവർ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു പഴയ നിയമ ഓർമ്മ കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു. പുരോഹിതൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ യാഗാർപ്പണത്തിന് വരുന്നു. പിന്നത്തേതിൽ അവൻ ധൂപം അർപ്പിക്കും. അതിനൊക്കെ മുമ്പ് അവൻ നേരെ വരുന്നത് താമ്രത്തൊട്ടിയുടെ മുമ്പിലാണ്. താമ്രത്തൊട്ടിക്കകത്ത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് കിടക്കുന്നത്. അതിൻ്റെ അകം മിനുസപ്പെടുത്തിയതാണ്. അതിലേക്ക് നോക്കുമ്പോൾ പുരോഹിതൻ്റെ തനി സ്വരൂപമാണ് കാണുന്നത്. ഈ താമ്രത്തൊട്ടിയിലെ വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ പുരോഹിതൻ എന്താ കാണുന്നത്? തന്നെ വൃത്തിയായിട്ട് കാണുകയാണ്. തൻ്റെ അവസ്ഥ അവിടെ വെളിപ്പെടുകയാണ്. അന്നത്തെ കാലത്ത് ബാഹ്യശുദ്ധീകരണത്തിന് പ്രാധാന്യമുണ്ടല്ലോ. കയ്യും കാലും കഴുകണം. അതുമാത്രമല്ല, തൻ്റെ ബാഹ്യമായ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ വസ്ത്രം എങ്ങനെയുള്ളതാണ് അതെല്ലാം അവിടെ കാണാം. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, സത്യാരാധനയ്ക്ക് വിളിക്കപ്പെട്ട പുതിയ നിയമ ഭക്തന്മാർ, യെരുശലേമിലെ വിശുദ്ധന്മാർ, അവരുടെ കൺമുമ്പിൽ നടന്ന ഈ കാര്യം അവരുടെ സ്മൃതിപഥത്തിലുണ്ട്. അവർ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ
തുറന്ന ഹൃദയവുമായിട്ടാണ് കടന്നു വരുന്നത്. ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പിന്നത്തേതിൽ വെളിപ്പെട്ടിട്ടുണ്ട്. അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകണം. അതാണ് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗം. അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകണം. അതിന് പകരം അനന്യാസ് സഫീറയും സൂത്രപ്പണിയും കൊണ്ടാണ് വന്നത്. അങ്ങനെ നോക്കുകയാണ്, ഇന്നത്തെ വിശ്വാസി സമൂഹത്തിനിടയിൽ സൂത്രപ്പണിക്കാരാണ് ഏറിയ പങ്കും. അവിടെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, നമ്മുടെ മെസ്സേജിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക. ഓപ്പൺനെസ് ഇല്ല പലർക്കും. പലരുടെയും ലൈഫിലേക്ക് നോക്കിയ നിഗൂഢതകളാണ്. ഒന്നും തുറന്നു പറയില്ല. സ്വന്തം പാസ്റ്ററോട് പോലും ഒരു കാര്യം പറയില്ല. ഒരു രോഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ രോഗത്തിൻ്റെ വിവരം തൻ്റെ പാസ്റ്ററോടല്ലാതെ പിന്നെ ആരോട് പറയും? തീരെ വിശ്വസ്തനല്ലാത്തൊരു ശുശ്രൂഷകനാണെങ്കിൽ അയാളോട് പറയാൻ നമുക്കൊരു മടിയുണ്ടാവും. ഓക്കെ, ഞാനത് സമ്മതിക്കുന്നു. എല്ലാവരും അങ്ങനെയല്ലല്ലോ. എല്ലാവരും അങ്ങനെയാണോ? അങ്ങനെയല്ലാത്ത ദൈവദാസന്മാരുണ്ടല്ലോ. അങ്ങനെയുള്ള ദൈവദാസന്മാരോട് പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയണം. അവർ അവിശ്വസ്തത കാണിക്കുകയാണെങ്കിൽ ദൈവം അവരുമായിട്ട് തീർക്കട്ടെ. അങ്ങനെയെങ്കിൽ ദൈവം അവരുമായിട്ട് തീർക്കുമല്ലോ. നമ്മൾ തുറന്ന പുസ്തകമായിരിക്കണം. അവിടെ ഇരുട്ടൊന്നും പാടില്ലെന്ന്, വെളിച്ചമായിരിക്കണം. നിഗൂഢമായ മുറികളുണ്ടല്ലോ, നിഗൂഢമായ മുറികൾ. ഡ്രാക്കുള കോട്ട എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതിൽ നിഗൂഢമായ മുറികളൊക്കെ ഉണ്ടെന്ന്. വിശുദ്ധന്മാരുടെ ലൈഫിലെ അങ്ങനത്തെ ഡ്രാക്കുള കോട്ടകളൊന്നും വേണ്ടെന്ന്. എല്ലാം അത്യുന്നതൻ്റെ സന്നിധിയിൽ തുറന്നു കിടക്കട്ടെ. അപ്പോൾ പരിശുദ്ധാത്മ നിയന്ത്രണത്തിലേക്ക് ജീവിതം കൊണ്ടുവരണം. അങ്ങനെ ആത്മനിയന്ത്രണത്തിലേക്ക് വരുമ്പോൾ ആരോട് പറയണം, എങ്ങനെ പറയണം, എന്തു പറയണം, അതൊക്കെ കൃത്യമായി ബോധ്യം ലഭിക്കും. അതിനനുസരിച്ച് കാര്യങ്ങളെ ചെയ്യണം. ഓക്കെ, അപ്പം ഞാൻ 2-3 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചു. അതായത് ഒരു 3 ഫയൽ തുറന്നൊന്ന് കൂട്ടിക്കോ. അഹരോൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാധനയ്ക്ക് കടന്നു വരുന്ന ആ നിമിഷം, ആദ്യ നിമിഷങ്ങളെ നമ്മൾ സൂം ചെയ്ത് കാണുകയായിരുന്നു. ആ ഹൃദയമിടിപ്പ്. രണ്ടാമത് എലയാസറും ഇഥാമാറും കടന്നു വരുന്നത്. തങ്ങളുടെ മൂത്ത സഹോദരങ്ങൾ പട്ടുവീണ മണ്ണിലേക്കാണ് തങ്ങൾ കടന്നു വരുന്നത്. അവർ ദൈവസന്നിധിയിൽ അയോഗ്യമായി കടന്നു വന്നു. അതുകൊണ്ട് ജീവകാലം മുഴുവനും എലയാസറും ഇഥാമാറും ദൈവത്തെ ഭയപ്പെട്ടിരുന്നു. പിന്നത്തേതിലോ നമ്മൾ കണ്ടത് പുതിയ നിയമത്തിൽ അനന്യാസ് സഫീറയുമായി ബന്ധപ്പെട്ട കാര്യം. ആ കാലഘട്ടത്തിൽ ആരാധനയോടുള്ള ബന്ധത്തിലല്ലെങ്കിലും ആരാധനയ്ക്ക് വേണ്ടി ഒത്തുകൂടുന്ന യെരുശലേമിലെ വിശുദ്ധന്മാരുടെ മുമ്പിൽ 2 പേരുടെ ലൈഫ് ഉണ്ടെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. 2 പേരുടെ ലൈഫ് പരിശുദ്ധാത്മാവിനോട് മറുതലിക്കുകയോ വ്യാജം കാണിക്കുകയോ ഒക്കെ ചെയ്തു എന്ന കാരണത്താൽ സത്യാരാധനയ്ക്ക് വരുമ്പോൾ, അതെന്തിനാ പറഞ്ഞത്? അതിടയ്ക്ക് കയറി പറഞ്ഞതിൻ്റെ കാരണം എന്താ? പഴയ നിയമ ആരാധന നമ്മൾ കണ്ടു. പുരോഹിതൻ ഒരിക്കലും നേരെ യാഗപീഠത്തിലേക്കല്ല വരുന്നത്. പുരോഹിതൻ വരുന്നത് താമ്രത്തൊട്ടിയുടെ അടുക്കിലേക്കാണ്, ലേവറിൻ്റെ അടുക്കിലേക്കാണ്. ശുദ്ധീകരണം അത് കഴിഞ്ഞിട്ടേ യാഗാർപ്പണവും ധൂപാർപ്പണവും ഒക്കെ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 2 പേർ പിടഞ്ഞു വീണത് കണ്ടതാണ് പുതിയ നിയമ ഭക്തന്മാരായ യെരുശലേമിലെ സഹോദരങ്ങൾ. അതുകൊണ്ട് എത്രയും ജാഗ്രതയുള്ളവരായിരിക്കണം അവർ. ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ ശുദ്ധീകരണം അത്യാവശ്യമാണ്. അതാണ് കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞത്. പലർക്കും അതൊക്കെ കേട്ടിട്ട് ദഹിച്ചോന്ന് എനിക്കറിയില്ല. കാരണം അത് എന്നാ മെസ്സേജാണ്. അതിന് വലിയ ഗൗരവം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഊന്നി പറഞ്ഞത്. ആ വിഷയത്തിന് വലിയ ഗൗരവം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഊന്നി പറഞ്ഞത്. നമുക്ക് ഗൗരവമായ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. പക്ഷെ അതിനിടയിൽ ആ കാര്യം പറയാതെ വെക്കുമോ? ഇസ്രായേലിൻ്റെ പുരോഹിതൻ ആദ്യമായി വരുന്ന താമ്രത്തൊട്ടിയുടെ അടുക്കലാണ്. അതിൻ്റെ ഗൗരവം ഭയങ്കരമാണ്. ദൈവസന്നിധി വരുമ്പോൾ കയ്യും കാലും കഴുകണം. തലമുറയായുള്ള ചട്ടമാണ്. അല്ലാതെ വന്നാൽ അവൻ മരിച്ചു വീഴുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മളെങ്ങനെയാണ് കാണുന്നത്? മരിച്ചു വീഴുക എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും മരിച്ചു വീഴുന്നില്ല. പകരം നാം ദൈവസാന്നിധ്യം അനുഭവിക്കില്ല. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല. ആ കാരണത്താൽ എപ്പോഴും ശുദ്ധീകരണത്തെക്കുറിച്ചുള്ള ചിന്ത വേണം. പുതിയ നിയമത്തിൽ കർത്താവ് തൻ്റെ വചനത്തിലൂടെ നമ്മെ ശുദ്ധീകരിക്കും, തൻ്റെ ആത്മാവിലൂടെ നമ്മെ ശുദ്ധീകരിക്കും, തൻ്റെ രക്തത്താൽ നമ്മെ ശുദ്ധീകരിക്കും. അങ്ങനെ വിവിധ നിലകളിലാണ് നമ്മെ ശുദ്ധീകരിക്കുന്നത്. അതുകൊണ്ടാണ് നിരന്തരം സത്യവചനം പ്രസംഗിക്കണം കൂട്ടായ്മകളിൽ എന്ന് പറയുന്നത്. സത്യവചനം പ്രസംഗിക്കുമ്പോൾ യോഹന്നാൻ 15 പറയുന്ന പോലെ ഈ കേൾക്കപ്പെട്ട വചനത്താൽ നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നു. വചനം നമ്മെ ക്ലെൻസ് ചെയ്യുമെന്നേ. വചനം നമ്മെ ക്ലെൻസ് ചെയ്യും. വചനം ചില സമയത്ത് ബ്ലോവറായിട്ട് മാറും. ബ്ലോവർ വലിയ പങ്കയുണ്ടല്ലോ, കൊടുങ്കാറ്റടിക്കുന്ന പോലെ അടിപ്പിക്കും. അപ്പോൾ നമ്മിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മാലിന്യങ്ങൾ അതെല്ലാം പറന്നു പോകും, നമ്മെ ശുദ്ധിയുള്ളവരാക്കും. അങ്ങനെ ആ ശുദ്ധിയോടുകൂടിയാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടത്. നമ്മൾ കുറേ ആഴ്ചകളായിട്ട് ആ ഭാഗത്തൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നിൽക്കുക. എന്താ അങ്ങനെ ചുറ്റിക്കറങ്ങി നിൽക്കുന്നത്?
ഇന്ന് നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ആളുകൾ ചുമ്മാ പരക്കപ്പാഞ്ഞ് ഓടി വരിക. നീ യാഗപീഠത്തിൽ യാഗം അർപ്പിക്കാൻ വരുമ്പോൾ നിനക്ക് ആരോടെങ്കിലോടും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്രമീകരിക്കണമെന്ന് പറഞ്ഞിരിക്കുക. അതൊരു ലോക്കൽ ചർച്ചിനോടുള്ള ബന്ധത്തിൽ സീരിയസ് ആയ കാര്യമല്ലേ? കൂട്ട സഹോദരങ്ങൾ തമ്മിൽ എന്ത് ചെയ്യണം? ക്രമീകരിക്കേണ്ട മേഖലകൾ. എന്നിട്ട് വേണം യാഗം അർപ്പിക്കാനും ധൂപം അർപ്പിക്കാനും ഒക്കെ. എല്ലാവരും ആ ഒരു നിലയിലേക്ക് വരണം. അങ്ങനെ വരുമ്പോൾ ദൈവപ്രസാദം ലഭിക്കും, വലിയ ദൈവസാന്നിധ്യമായിരിക്കും, വലിയ ദൈവശക്തി അവിടെ റിലീസ് ചെയ്യപ്പെടും, നമ്മൾ ആത്മീയമായി പുഷ്ടിപ്പെടും, കരുത്തുറ്റവരായി മാറും, മുന്നേറ്റങ്ങളായിരിക്കും. വചനം പ്രമാണിക്കുക എന്ന് പറയുന്നത് അങ്ങനെയല്ലേ? ദൈവഹിതം മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് മുൻപോട്ട് വരുന്നത്. പുതിയ നിയമ ആരാധനക്കാരെന്ന നിലയിൽ ദൈവസന്നിധി വരുന്ന നാം പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഒരു കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇസ്രായേലിൻ്റെ പുരോഹിതന്മാർ ദൈവസന്നിധി വന്ന് നിൽക്കുമ്പോൾ അവരുടെ വസ്ത്രം പോലും വിലപിടിപ്പുള്ള വസ്ത്രമാണ് അവർ ധരിച്ചിരിക്കുന്നത്. അതുപോലെ അവർ ധൂപപീഠത്തിൽ അർപ്പിക്കുന്ന സുഗന്ധവർഗ്ഗങ്ങൾ വലിയ വിലയുള്ളതാണ്, കോസ്റ്റ്ലിയാണ്. ആ രണ്ട് കാര്യങ്ങളും ചേർത്ത് വെച്ച് നമ്മൾ പറഞ്ഞത്, അന്ന് വിലപിടിപ്പുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് വിലയേറിയ വസ്തുക്കൾ ദൈവസന്നിധിയിൽ അർപ്പിച്ചുകൊണ്ടാണ് അവർ ആരാധിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നാം വില കൊടുത്ത് ആരാധിക്കണം. പുതിയ നിയമ ആരാധനക്കാർ ദൈവസന്നിധിയിൽ വില കൊടുത്ത് ആരാധിക്കണം. പാളയത്തിന് പുറത്ത് നിന്ന സഹിക്കണം, ഇടുക്കമുള്ള വാതിൽ കണ്ടെത്തി ഞെരുക്കമുള്ള വഴിയിലൂടെ സഞ്ചരിക്കണം. അങ്ങനെ പലതും പറയാനുണ്ട്. അങ്ങനെ നാം വില കൊടുത്ത് ദൈവത്തെ ആരാധിക്കണം. ക്രിസ്തുവിനെ നിന്ന വഹിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യാവസ്ഥയായിട്ട് പരിഗണിക്കണം. ഒത്തിരി ഇടങ്ങളിൽ രഹസ്യ ക്രിസ്ത്യാനികളുണ്ട്. അറേബ്യൻ രാജ്യങ്ങളിലുണ്ട്, ഇപ്പം ചൈനയിലൊക്കെയുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ വില കൊടുത്താണ് അവർ ആരാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ദേശത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാ സ്വാതന്ത്ര്യമുള്ള ദേശത്തും രഹസ്യ ക്രിസ്ത്യാനികളുണ്ട്. അതെങ്ങനെ ശരിയാകും? ചൈനയിൽ രഹസ്യ ക്രിസ്ത്യാനികൾ ഓക്കെ, മനസ്സിലാക്കാം. നോർത്ത് കൊറിയയിൽ രഹസ്യ ക്രിസ്ത്യാനികളാവാം. പിന്നെ എവിടെയാ? സൗദി അറേബ്യയിൽ രഹസ്യ ക്രിസ്ത്യാനികളാകാം. ഇന്ത്യ മഹാരാജ്യത്ത്, വിശേഷിച്ച് കേരള മഹാരാജ്യത്ത് അങ്ങനത്തെ രഹസ്യ ക്രിസ്ത്യാനികളായിരിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനത്തെ രഹസ്യ ക്രിസ്ത്യാനികളായിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പബ്ലിക്കിന് മുമ്പാകെ പറയാം, ക്രിസ്തുവിൻ്റെ രക്ഷകനാണ്, ഞാൻ ക്രിസ്തുവിനെ ആരാധിക്കുന്നവരാണ് എന്ന് പറയാനായിട്ടുള്ള ഒരു ധൈര്യം വേണം. അങ്ങനെ ഒരു ധൈര്യം വേണ്ടേ? അങ്ങനെ ധൈര്യമില്ലാത്ത ഒത്തിരി ആളുകളുണ്ട്. അതിൻ്റെ കാരണം എന്താ? ഈ സത്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. നാം ആരെയാണ് ആരാധിക്കാൻ പോകുന്നത് എന്നുള്ളത് തിരിച്ചറിയണം. നാം സേവിക്കുന്ന ദൈവം ആരെന്ന് അതൊക്കെ അറിഞ്ഞു വേണം ദൈവത്തെ ആരാധിക്കാനായിട്ട്. ഒടുക്കം നമ്മൾ പറഞ്ഞതിൻ്റെ രത്നചുരുക്കം ഇത്രയേ ഉള്ളൂ. പുതിയ നിയമ ആരാധന എന്ന് പറയുന്നത് വിലപിടിപ്പുള്ള വിഷയമാണ്. പുതിയ നിയമത്തിൻ്റെ ഒരു ആരാധനക്കാരനെ ആകുക എന്നൊക്കെ പറഞ്ഞാൽ ആലോചിക്കാൻ പോലും പറ്റില്ല. അത്ര വലിയ ഭാഗ്യാവസ്ഥയാണ്. നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ആ തിരഞ്ഞെടുപ്പ് വലിയ തിരഞ്ഞെടുപ്പാണ്. ചിന്തിക്കാൻ പോലും പറ്റാത്ത ഔന്നിത്യമുള്ള പദവിയാണത്. അതുകൊണ്ടാണ് നമ്മൾ ദൈവസന്നിധിയിൽ ആനന്ദിക്കുന്നത്. അതുപോലെ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നമ്മൾ പുറപ്പാട് ദിവസം 30-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യത്തിലേക്ക് പോയി. അവിടെ പോയി ചില കാര്യങ്ങൾ കണ്ടു. ആ വാക്യം നമുക്ക് ഒന്നുകൂടെ വായിക്കാം. എക്സോഡസ് ചാപ്റ്റർ 30 വേഴ്സ് 34. പുറപ്പാട് ദിവസം 30-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യം. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ, നീ നറുംപശ, ഗുൽഗുലു, അൽബാനപ്പശ എന്നീ സുഗന്ധവർഗവും നിർമ്മല സാമ്പ്രാണിയും എടുക്കണം. എല്ലാം ഒരുപോലെ തൂക്കമായിരിക്കണം. പുറപ്പാട് ദിവസം 30-ന്റെ 34-ാം വാക്യത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ കണ്ടത്, അവിടെ സുഗന്ധ ധൂപപീഠത്തിൽ അർപ്പിക്കേണ്ട സുഗന്ധ വസ്തുക്കളെ കുറിച്ചാണ് കണ്ടത്. അതിൽ ഒന്നാമത്തത് നറുംപശയാണ്, രണ്ടാമത്തത് ഗുൽഗുലു, അടുത്തത് ഹൽബാനപ്പശ, പിന്നത്തതിൽ നിർമ്മല സാമ്പ്രാണി. അങ്ങനെ 4 കൂട്ടം സുഗന്ധവർഗ്ഗങ്ങളും 5-ാമത് ഉപ്പും ചേർത്ത് ഈ കാര്യങ്ങളെ നേർമയായി പൊടിച്ചാണ് ധൂപപീഠത്തിൽ അർപ്പിക്കേണ്ടത്. ഈ വിഷയത്തെക്കുറിച്ച് ഒരു 2.5-3 വർഷം പുറകിൽ നമ്മൾ ടാബർനാക്കൽ സ്റ്റഡിയിലേക്ക് പോയ സമയത്ത് ഈ വിഷയത്തെക്കുറിച്ച് അന്ന് വിശദമായി നമ്മൾ പ്രസംഗിച്ചിട്ടുള്ളതാണ്. ആ കാരണത്താൽ ഞാൻ അധികം വിശദമായി ഇവിടെ എടുക്കുന്നില്ല. ഓടിച്ചോടിച്ച് കാര്യങ്ങളെ പറഞ്ഞു പോകാം. അതായത് പുതിയ നിയമ ആരാധനയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. ഇവിടെ നൃത്തമുണ്ടോ, പഴയ നിയമത്തിലെ നൃത്തം എങ്ങനെയാണ് എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞു വന്നത്. അത് പറഞ്ഞ് ആ വിഷയം മുന്നോട്ട് വന്ന് ഇത്രയും കാര്യങ്ങൾ താല്പര്യപൂർവ്വം കേട്ട ഒത്തിരി സഹോദരങ്ങളുണ്ട്. നമ്മുടെ ഈ റെക്കോർഡഡ് മെസ്സേജൊക്കെ പിന്നത്തേതിൽ യൂട്യൂബിൽ ചെല്ലുമ്പോൾ അവിടെ കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവരൊക്കെ പറയാറുണ്ട്, ഞങ്ങൾ കാത്തിരുന്നു ഈ കാര്യങ്ങൾ കൂടുതൽ അറിയാനും പഠിക്കാനുമെന്ന്.
തുടക്ക സമയത്ത് ധാരാളം പേര് കേട്ടിരുന്നു നൃത്തവുമായി ബന്ധപ്പെട്ട അന്ന് പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ. അതൊരു സെൻസേഷണൽ ആയിട്ടുള്ള കാര്യമാണല്ലോ. അതുകൊണ്ട് അന്ന് ഒത്തിരി പേര് 10,000 പേരൊക്കെ അത് കേട്ടിരുന്നു. അത് കഴിഞ്ഞ് ആ വിഷയത്തിൻ്റെ ആഴങ്ങളിലേക്ക് വന്നൊരു പഠനമായിട്ടെടുത്ത് പഴയ നിയമ ആരാധനയും പുതിയ നിയമ ആരാധനയും ഒക്കെ അതിൻ്റെ ഗൗരവത്തിലേക്കൊക്കെ വന്ന് വിത്ത് റെഫറൻസ് കാര്യങ്ങളെ നമ്മൾ അവതരിപ്പിക്കുകയായിരുന്നു. അങ്ങനെ അവതരിപ്പിച്ച് വന്നപ്പോൾ കേൾവിക്കാരുടെ എണ്ണം കുറഞ്ഞുപോയി. കേൾവിക്കാർ താഴേക്ക് പോയി. അതിൻ്റെ കാരണം എന്താ? എന്തെങ്കിലും സെൻസേഷണൽ ആയിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ കേൾക്കാം, വിവാദങ്ങളുള്ളതോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണെങ്കിൽ, അല്ലാതെ ഒരു പഠനത്തോടുള്ള ബന്ധത്തിൽ കൂടുതൽ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കുക എന്നുള്ള വിഷയത്തിൽ അതിനൊന്നും ആർക്കും സമയമില്ല. അത്രയും സീരിയസ് ആയിട്ട് ആരും വരില്ല. കഴിഞ്ഞ ആഴ്ചകളിലെ മെസ്സേജ് ഒരാൾ കേൾക്കുകയാണെങ്കിൽ അയാൾക്ക് മനസ്സിലാകും ഇവർ ഒരു കൂട്ടം മനുഷ്യർ ഒരു വിഷയം ധ്യാനിക്കുകയാണ്, ഒരു വിഷയം പഠിക്കുകയാണ്, ആ വിഷയത്തിൽ നിന്ന് എന്തൊക്കെയോ ഗൗരവമായ കാര്യങ്ങൾ അന്വേഷിക്കുന്നു. ഓക്കെ, താങ്ക് യു, നിങ്ങൾ അന്വേഷിക്കൂ, കണ്ടെത്തൂ. ഞങ്ങൾക്ക് സമയമില്ല എന്ന നിലയിൽ അവർ സൈഡ് വഴി അങ്ങ് പോയി. അത്ര തന്നെ. നമ്മളെക്കുറിച്ച് അവർക്ക് ദോഷമായിട്ടൊന്നും ചിന്തിക്കാനില്ല. നമ്മൾ ദൈവവചനം ധ്യാനിക്കുന്നു, പഠിക്കുന്നു, മുന്നോട്ട് പോകുന്നു. അതിനൊന്നും അവർക്ക് വിരോധമില്ല. പക്ഷെ ഞങ്ങൾക്കിപ്പോൾ സമയമില്ല. വിവാദങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങളിവിടെ നിൽക്കാം. ആരെങ്കിലും ഡാൻസ് കളിച്ചിട്ടുണ്ടോ? ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടോ? ഞങ്ങൾ കേൾക്കാം. നിങ്ങൾ അങ്ങനത്തെ ഒരു തലക്കെട്ടൊക്കെ കൊടുക്കുക, അങ്ങനത്തെ ഒരു പടമൊക്കെ വയ്ക്കുക. അങ്ങനെയുണ്ടെങ്കിൽ ഞങ്ങൾ 10,000 ആൾക്കാർ ഓടിക്കതച്ച് വരാം, ഞങ്ങൾ കേൾക്കാം. അതല്ലാതെ തുടർമാനമായി ഞങ്ങൾ അങ്ങനെ നിങ്ങളീ പറയുന്നൊന്നും കേൾക്കില്ല. അതാണ് പലരും ചിന്തിക്കുന്നത്. ഇന്ന് രാവിലെ ഞാനിങ്ങനെ വചനം ധ്യാനിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ കൊള്ളാവുന്ന ഒരു പെന്തക്കോസ്റ്റ് സമൂഹത്തിൻ്റെ ഇടയിലേക്കാണ് എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ആരംഭം കുറിക്കാൻ കടന്നു വന്നത്. അങ്ങനെ അവിടെ ഒരു വിശ്വാസി എന്ന നിലയിൽ കുറേ കാലം അവിടെ പാർത്തു. പിന്നത്തേതിൽ ശുശ്രൂഷയ്ക്ക് ഇറങ്ങി. അങ്ങനെ ആ വിശ്വാസി എന്ന നിലയിൽ സഞ്ചരിച്ച ആ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു ടോപ്പിക്ക് ഞാൻ കേട്ടിട്ടില്ല. ഈ ആരാധന സംബന്ധിച്ച് പഴയ നിയമം പുതിയ നിയമം ചേർത്ത് വെച്ചുള്ള പഠനങ്ങൾ, പഴയ നിയമത്തിൻ്റെ ഗൗരവം ഇങ്ങനെയാണ്, പുതിയ നിയമം ഇങ്ങനെയാണ്, അതിൽ നറുംപശയുണ്ട്, ഗുൽഗുലു. അവിടെ നറുംപശ ഗുൽഗുലു ഒന്നും ഞാൻ കേട്ടിട്ടില്ല. ഗുൽഗുലുവിനെ കുറിച്ച് വേറെ പല ഇടങ്ങളിലും ഞാൻ കേട്ടിട്ടുണ്ട്. അതല്ലാതെ നമ്മുടെ കൂട്ടായ്മകളിൽ സീരിയസ് ആയിട്ട് ഒരിക്കലും അങ്ങനെ കേട്ടിട്ടില്ല. എന്നാൽ ദൈവത്തിൻ്റെ മഹാകൃപയാൽ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും വിശുദ്ധന്മാരുടെ സഭാമധ്യേ ആ കാര്യങ്ങൾ പ്രഘോഷിക്കുവാനും ഒക്കെയുള്ളൊരു അവസരം ദൈവം എനിക്ക് തന്നു. അപ്പം ഞാൻ ഓർക്കുകയായിരുന്നു, ഞാനവിടെ വിശ്വാസിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ ഒരു 10 കിലോമീറ്റർ അപ്പുറം പഠിപ്പിക്കുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട് എന്ന് കേട്ടാൽ നിശ്ചയമായി ഞാൻ ഓടും. അന്ന് സൂമും ഈ ഇൻ്റർനെറ്റ് സംവിധാനങ്ങളൊന്നും ഇതുപോലെ വ്യാപകമായിട്ടില്ലാത്ത ഒരു കാലമല്ലേ. ഇങ്ങനെ ഒരു ഇടപാടില്ല അന്ന്, അതൊന്നുമില്ല. ആ ഇല്ലാത്ത കാലത്ത് വേറൊരു ദിക്കിൽ ഇങ്ങനെ ഒരു കാര്യം പ്രസംഗിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, അവിടെ വിശുദ്ധന്മാർ ഒരുമിച്ച് കൂടുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിശ്ചയമായി ഞാൻ ഓടിക്കതച്ച് പോകും എന്നുള്ളതാണ് എൻ്റെ അനുഭവം. പോയിരിക്കും, എന്തു വന്നാലും പോയിരിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മുടെ വിരൽ തുമ്പിൽ ഈ വിഷയങ്ങളൊക്കെ കിട്ടുകയാണ്. എന്നിട്ടും വളരെ നിസ്സാരം ആളുകൾ അത് കേൾക്കുന്നത്. നമ്മുടെ ഈ സീരീസിലുള്ള ആദ്യത്തെ മെസ്സേജുകളിൽ 10,000 ആൾക്കാർ കേട്ടിട്ടുണ്ട്. 10,000 ആൾക്കാർ. ആ കേട്ട ആൾക്കാർക്ക് നിശ്ചയമായി പറയാം, ഇത് തുടർമാനമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിലൊരു കണ്ടിന്യൂവേഷൻ ഉണ്ട്, ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടില്ല. ഇത് മുന്നോട്ട് പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം അടുത്ത ആഴ്ച എന്നൊക്കെ അവർ പറയുന്നത്. കർത്താവ് വരാൻ താമസിച്ചാൽ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും ചിന്തിക്കാം, ഒരുമിച്ച് കൂടാമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ എന്തായാലും അവർ അടുത്ത ആഴ്ച പറയുന്നുണ്ടാകും, യൂട്യൂബിലൊക്കെ അത് അപ്ലോഡ് ചെയ്യുന്നുണ്ടാകും. നമുക്കതിൻ്റെ ബാലൻസ് കൂടി ഒന്ന് കേട്ടേക്കാം എന്നൊന്നും അങ്ങനെ അധികം പേര് ചിന്തിക്കുന്നില്ല സഹോദരങ്ങളെ. നമ്മൾ ഈ പുറപ്പാട് 30-34 വരുമ്പോൾ എത്ര സീരിയസ് ആയ കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നതെന്നറിയാവോ? അത്ര സീരിയസ് ആയ കാര്യങ്ങളാണ്. 2 വർഷം മുമ്പ് നമ്മളിവിടെ ഒരുമിച്ച് ധ്യാനിച്ചതാണ് ആ കാര്യങ്ങൾ. 2 വർഷം മുമ്പ്. അതായത് ഈ സുഗന്ധ ധൂപപീഠത്തിലേക്ക് കൊണ്ടുവരുന്ന ഈ വസ്തുക്കളൊക്കെ മെഡിറ്ററേനിയൻ സീയുടെ പരിസരത്തും അതുപോലെ മിഡിൽ ഈസ്റ്റിലെ മരുഭൂമിയിലും അങ്ങനെയുള്ള ആ ഒരു പ്രദേശങ്ങളിലാണ്, സെൻട്രൽ ഏഷ്യ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഈ 4 കൂട്ടം കാര്യങ്ങൾ ഉണ്ടാകുന്ന അങ്ങനെയുള്ള ഭാഗങ്ങളിലാണ്. ഈ ആദ്യം പറഞ്ഞ നറുംപശ എന്ന് പറയുന്നത് സ്റ്റൊറാക്സ് എന്ന് പറയുന്ന ഒരു ചെറിയ മരം. ആ മരത്തിൽ നിന്നാണ് ഇതിന് വേണ്ടുന്നതായ ആ ഒരു കാര്യം എടുക്കുന്നത്. സ്റ്റൊറാക്സ് എന്ന് പറയുന്ന ആ മരത്തിൽ നിന്ന്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ആ കറ പുറത്തെടുത്തിട്ട് ആ കറയാണ് പിന്നത്തേതിൽ ഖനീഭവിപ്പിച്ച്, അല്ലെങ്കിൽ ആ കറയാണ് പിന്നത്തേതിൽ ഉറഞ്ഞ് അത് നേർമയായി പൊടിച്ച് അങ്ങനെയാണ് ധൂപപീഠത്തിലേക്ക് കൊണ്ടുവരുന്നത്, സ്റ്റൊറാക്സ്. അത് കഴിഞ്ഞ് പിന്നെ പറയുന്ന ഗുൽഗുലു. ആ ഗുൽഗുലു എന്ന് പറയുന്നത് അത് ഒരുതരം
ഈ കക്ക അഥവാ ഈ കടലിലുള്ള ചിപ്പികളുണ്ടല്ലോ, അങ്ങനെയുള്ള കക്കയിൽ നിന്നാണ് ഈ കാര്യം പുറത്തെടുക്കുന്നത്. കടലിൻ്റെ അടിത്തട്ടി കിടക്കുന്ന ആ കക്ക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചിപ്പികൾ പോലെയുള്ള അത് കടലിൻ്റെ അടിത്തട്ടി കിടക്കുന്നു. ആ ചിപ്പിക്കകത്തൊരു ദ്രാവകം ഉണ്ടാകും. അത് അതിനൊരു പീരീഡുണ്ട്. ആ പീരീഡിലേക്ക് വരുമ്പോഴത്തേക്കും അത് കൂടിക്കൂടി വരും. അങ്ങനെ വരുമ്പോൾ അത് കടലിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി കടലിൻ്റെ ഓളപ്പരപ്പിലേക്ക് വരും, മുകളിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ ആളുകൾ വലയിട്ടാണത് പിടിച്ചെടുക്കുന്നത്. ചെങ്കടലിൻ്റെ തീരത്തും പരിസരങ്ങളിലുമാണ് അത്തരം കക്കകളെ വല വെച്ച് പിടിച്ചുകൊണ്ട് വന്ന് അത് പ്രോസസ്സിങ്ങുകളുണ്ട്. ആ പ്രോസസ്സൊക്കെ ചെയ്ത് പലതരത്തിലുള്ള പ്രോസസ്സിങ്ങുണ്ട്. അതങ്ങനെ പ്രോസസ്സ് ചെയ്ത് അതിൽ നിന്ന് ഈ ദ്രാവകം എടുത്ത് പിന്നീട് അത് പ്രോസസ്സ് ചെയ്ത് പൗഡറാക്കി എടുക്കുകയാണ്. അങ്ങനെ പൗഡറാക്കി എടുക്കുകയാണ്. അത് കോസ്റ്റ്ലിയാണ്. അതിന് വലിയ വിലയുണ്ട്. ഈ ആദ്യം പറഞ്ഞ സ്റ്റൊറാക്സ് എന്ന് പറയുന്ന നറുംപശ എടുക്കുന്ന ആ കുറ്റിച്ചെടി, ആ ചെടിയൊക്കെ വളരുന്ന പശ്ചാത്തലം ഞാൻ പറഞ്ഞല്ലോ. അത് മരുഭൂമിയിലാണ് വളരുന്നത്. അങ്ങനെ മരുഭൂമി വളരുമ്പോൾ അതിന് വേണ്ടത്ര വെള്ളം ലഭിക്കുന്നില്ല. അതുപോലെ സൂര്യതാപം കൂടുതലാണ്. അവിടെ രാത്രിയിൽ മഞ്ഞുണ്ട്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ വളരുന്ന ആ മരം അതിനെ കണ്ടാലൊന്നും വലിയ ഭംഗിയൊന്നുമില്ല. ഈ സ്റ്റൊറാക്സ് എന്ന് പറയുന്ന ആ മരത്തെ കണ്ടാൽ വലിയ ഭംഗിയൊന്നുമില്ല. എന്നാൽ ആ മരത്തിൽ നിന്നാണ് ഈ വിലപിടിപ്പുള്ള ഈ നറുംപശ പുറത്തെടുക്കുന്നത്. ആ നറുംപശയാണ് അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ധൂപപീഠത്തിലേക്ക് കൊണ്ടുവരുന്നത്. നോക്കണം, നമ്മുടെ ദേശത്തും ചുറ്റുമൊക്കെ ധാരാളം മരങ്ങൾ, വലിയ മരങ്ങളുണ്ട്, മനോഹരമായ മരങ്ങളുണ്ട് അല്ലേ? അങ്ങനെയുള്ള ധാരാളം മരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ അതിൽ നിന്ന് ഇതിന് വേണ്ടുന്നതായ ഈ മരക്കറ പുറത്ത് കിട്ടില്ല. അതിൽ നിന്ന് ഈ പറയപ്പെട്ട നിലയിലുള്ള ദൈവസന്നിധിയിൽ അർപ്പിക്കാൻ പാകത്തിനുള്ള വിലപിടിപ്പുള്ള സുഗന്ധം വീശുന്ന മരക്കറ അല്ലെങ്കിൽ അതിനുള്ള പൗഡർ ചെയ്തെടുക്കാൻ പാകത്തിനുള്ള വസ്തു ലഭിക്കില്ല. അത്തരം മരങ്ങൾക്കൊക്കെ ധാരാളം വെള്ളവും അനുകൂല പരിതസ്ഥിതിയിലൊക്കെ അതൊക്കെ വളരുന്നത്. പക്ഷേ ഇത് അനുകൂല പരിതസ്ഥിതിയിലല്ല വളരുന്നത്. ധാരാളം വെള്ളം ലഭിക്കുന്ന സ്ഥലത്തുമല്ല ഇത് നിൽക്കുന്നതെന്ന് പറഞ്ഞല്ലോ. പ്രതികൂല സാഹചര്യത്തോടൊക്കെ മല്ലിട്ട് ഈ വിലപ്പെട്ട സുഗന്ധ വസ്തു അതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഈ വിലപിടിപ്പുള്ള സുഗന്ധ വസ്തുവാണത് പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അതൊക്കെ ചിന്തിച്ചു കഴിയുമ്പോൾ ഒരു സത്യാരാധനക്കാരൻ അവൻ്റെ ജീവിതത്തിൽ അനുകൂലമായ പരിതസ്ഥിതിയിലല്ല അവൻ ജീവിക്കുന്നത്. എല്ലാവിധ അനുകൂല പരിതസ്ഥിതിയിലുമാണോ ജീവിക്കുന്നത്? അല്ല. പ്രതികൂല പരിതസ്ഥിതിയിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ ഈ ലോകത്തിൽ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ കഷ്ടതയുടെ ചൂട് നമ്മുടെ ജീവിതത്തിൽ അടിക്കാനിടയാകും അല്ലേ? കഷ്ടതയുടെ ചൂടൊക്കെ അടിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് പലയിടത്തും. അങ്ങനത്തെ ചൂടൊക്കെ ഏറ്റ് ചൂടും തണുപ്പും അങ്ങനത്തെ കാലാവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ സത്യാരാധനയ്ക്ക് വേണ്ടുന്ന സുഗന്ധ വസ്തു നമ്മിൽ നിന്ന് പുറത്തേക്ക് വരുവാനുള്ള ഇടയാക്കുകയാണത്. ഇങ്ങനത്തെ ജീവിത സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സത്യാരാധനയ്ക്ക് വേണ്ടുന്ന നറുംപശ നമ്മിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരികയാണ്. അങ്ങനെയാണ് നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആഴത്തിൽ പഠിക്കുമ്പോഴാണ് ഇതിൻ്റെ ഗൗരവം മനസ്സിലാകുന്നത്. രണ്ടാമത് പറഞ്ഞ ആ ഗുൽഗുലു ഞാൻ പറഞ്ഞു, ചെങ്കടലിൻ്റെ തീരങ്ങളിൽ നിന്നാണ് അത് വല വെച്ച് പിടിച്ചുകൊണ്ട് വരുന്നത്. അങ്ങനെ അതിൻ്റെ പുറന്തോട് പൊട്ടിച്ചാണ് അതിൻ്റെ അകത്തുള്ള ദ്രാവകം പുറത്തെടുക്കുന്നത്. ഈ മുത്തുച്ചിപ്പിയുടെ പുറന്തോട് പൊട്ടിച്ച് അതിനകത്തുള്ള ദ്രാവകം പുറത്തെടുത്ത് അത് പ്രോസസ്സിങ്ങുകളുണ്ട്. നമ്മൾ സാധാരണ മനസ്സിലാവുമല്ലോ, അത് പ്രോസസ്സ് ചെയ്ത് കട്ടിയാക്കി പിന്നെ പൗഡർ ചെയ്ത് അങ്ങനെയൊക്കെയാണ് അതെടുക്കുന്നത്. വലിയ വിലപിടിപ്പുള്ള സാധനമാണത്. സുഗന്ധ വസ്തുക്കൾ ഉണ്ടാക്കാനും ഒക്കെ അത് ഉപയോഗിക്കും. ഈ പെർഫ്യൂമൊക്കെ ഉണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സാധനമാണത്. നല്ല സ്മെല്ലുമാണ്, അതേസമയം കോസ്റ്റ്ലിയാണത് ഈ പറയപ്പെടുന്ന കാര്യം. അപ്പോൾ അവിടെ ഒരു കാര്യം പറഞ്ഞു, അതിൻ്റെ പുറന്തോട് പൊട്ടിച്ചാണ് അതിനകത്തുള്ള ദ്രാവകം പുറത്തെടുത്ത് പ്രോസസ്സ് ചെയ്ത് ഈ പറയപ്പെട്ട നിലയിൽ പൗഡറാക്കി നമ്മൾ സുഗന്ധ ധൂപപീഠത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞത്. പുറന്തോട് പൊട്ടുമ്പോഴാണ് ആരാധനയ്ക്ക് വേണ്ടുന്ന സൗരഭ്യമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ പുറന്തോട് പൊട്ടാൻ പാകത്തിനുള്ള പല കാര്യങ്ങളും ദൈവം അനുവദിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകാതിരുന്നാൽ എന്ത് പ്രയോജനം എന്നാണ് ചോദിക്കുന്നത്. ചത്താൽ പ്രയോജനം എന്നുള്ളതാണ്. അതായത് ഗോതമ്പ് മണി ഒരു ഷെൽഫിൽ ചുമ്മാ വെച്ചിരിക്കുക എന്ന് കൂട്ടിക്കോ, സ്വർണ്ണവർണ്ണ നിറമുള്ള ഗോതമ്പ് മണി, അതവിടെ ഇരുന്നാൽ എന്താ പ്രയോജനം? അതേസമയം നിലത്ത് വീണ് ചാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറന്തോട്, അതിൻ്റെ ഔട്ടർ ഷെല്ല് പൊട്ടുക. അതിൻ്റെ ഔട്ടർ ഷെല്ല് പൊട്ടുമ്പോഴാണല്ലോ അതിൽ നിന്ന് നാമ്പ് കിളിർത്ത് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും പുറന്തോടുകൾ പൊട്ടാൻ പാകത്തിനുള്ള സാഹചര്യങ്ങൾ ദൈവം അനുവദിക്കും. പുറന്തോടുകൾ പൊട്ടാൻ പാകത്തിനുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഓളങ്ങളും തിരമാലകളും അനുവദിക്കും. അതെന്തിനാ ഓളങ്ങളും തിരമാലകളും അനുവദിക്കുന്നത്?
ഓളങ്ങളും തിരമാലകളും ഒക്കെ അനുവദിക്കുന്നത് ഈ പറയുന്ന മുത്തുച്ചിപ്പി അതിൻ്റെ പാകമാകാൻ വേണ്ടിയാണ്. ഈ തിരമാലകളിൽ കിടന്ന് അടിച്ചടിച്ചാണ് ഈ പറഞ്ഞ മുത്തുച്ചിപ്പി അതിൻ്റെ ആ വളർച്ചയിലെത്തുന്നത്. അതായത് അതിൽ നിന്ന് ആ പറയപ്പെട്ട സുഗന്ധ വസ്തു പുറത്തേക്ക് വരാൻ പാകത്തിന് ഒരു മെച്യൂരിറ്റിയിലേക്ക് വരണം. അപ്പോൾ അങ്ങനത്തെ ഒരു മെച്യൂരിറ്റിയിലേക്ക്, ഒരു വളർച്ചയുടെ ഘട്ടത്തിലേക്ക് ഈ മുത്തുച്ചിപ്പി എത്തണം. അത് കഴിഞ്ഞിട്ടാണ് അതിൽ നിന്ന് ഇതൊക്കെ പുറത്തെടുക്കുന്നത്. അതുപോലെയാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലും ദൈവം ചില കാര്യങ്ങളൊക്കെ അനുവദിക്കുന്നത്, ചില ഓളങ്ങളും തിരമാലകളും ഒക്കെ അനുവദിക്കുന്നത് പുറന്തോടുകൾ പൊട്ടാൻ വേണ്ടിയിട്ടാണ്. പുറന്തോടുകൾ പൊട്ടി നമ്മിൽ നിന്ന് സത്യാരാധനയ്ക്ക് വേണ്ടുന്ന സുഗന്ധ വസ്തുക്കൾ പുറത്തേക്ക് വരണം. സുഗന്ധം അങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ടൊക്കെയാണ് ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ടെന്ന് പറയുന്നത്. അതാണ് ന്യൂജൻ പെന്തിക്കോസ്തുകാർ കേട്ടിട്ട് ചിരിച്ചിട്ട് പോകുന്നത്. എന്താ നിങ്ങൾ ഈ പറയുന്നതെന്ന് ചോദിച്ച്. നമ്മളെ സംബന്ധിച്ച് ഉത്തമ ബോധ്യത്തോടെ നമ്മളൊന്ന് പിരിയുന്നത്. സുഗന്ധധൂപപീഠത്തിൽ ഈ പറഞ്ഞ സുഗന്ധ വസ്തുക്കൾ അർപ്പിച്ചല്ലേ ഇസ്രായേൽ ആരാധിക്കുന്നത്. ഈ സുഗന്ധ വസ്തുക്കളില്ലാതെ ചുമ്മാ അവിടെ വന്നിട്ട് ഡാൻസ് കളിച്ചിട്ട് പോകാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ സുഗന്ധ വസ്തുക്കൾ അവിടെ അർപ്പിക്കണം. അങ്ങനെയാണ് ഇസ്രായേലിൻ്റെ ആരാധന എന്ന് പറയുന്നത്. അപ്പോൾ അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതം, ആ ജീവിതം തന്നെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുകയല്ലേ. ആ ജീവിതം തന്നെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. വില കൊടുത്താണ് നമ്മൾ ആരാധിക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് നമ്മൾ അംഗീകരിക്കുന്നവരാ. അത് അംഗീകരിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. യേശുക്രിസ്തുവും തൻ്റെ അപ്പോസ്തലന്മാരും അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത് എന്തിനാ? അനുവദിക്കുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം നമ്മെ സത്യാരാധനക്കാരായി വാർത്തെടുക്കണം. അതിന് വേണ്ടുന്നതായ സുഗന്ധ വസ്തുക്കൾ അവിടെയാണ് പുറത്തേക്ക് വരുന്നത്. അതേസമയം നാം ജഡത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന വാസന എന്ന് പറയുന്നത് ടയർ കത്തുന്ന സ്മെല്ലായിരിക്കും പുറത്തേക്ക് വരുന്നത്. അതേസമയം ക്രിസ്തീയ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഭക്തന്മാരുടെ ജീവിതത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ ആവശ്യമായ സുഗന്ധ വസ്തുക്കളാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്, പുറത്തേക്ക് വരുന്നത്. അങ്ങനെയാണ് നാം ദൈവത്തെ ആരാധിക്കുന്നത്. തുടർന്ന് പറയാനുള്ളത് ഹൽബാന പശയും നിർമ്മല സാമ്പ്രാണി അഥവാ കുന്തുരുക്കം, അതുപോലെ ഉപ്പ്, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്കും അല്പസമയം കൂടെ പോകും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഈ ഭാഗം വെച്ച് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സമയം ഒത്തിരി മുന്നോട്ട് പോയല്ലോ, ഒത്തിരി നേരമായി നമ്മൾ ഒരുമിച്ച് കൂടിയിട്ട്. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുകയാണ്. വിലപിടിപ്പുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പഴയ നിയമ ആരാധനയുടെ ചില രൂപരേഖകൾ മുമ്പിൽ കൊണ്ടുവന്നു. അഹരോനും പുത്രന്മാരും ദൈവസന്നിധിയിൽ ആരാധിക്കാൻ കടന്നു ചെന്നപ്പോഴത്തെ ആ ആദ്യ നിമിഷങ്ങൾ നമ്മൾ അടുത്തു നിന്ന് കണ്ടു. പുതിയ നിയമ ഭക്തന്മാർ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ അവർ തിരിച്ചറിഞ്ഞൊരു കാര്യമാണ്. റോമാലേഖനം 9-ാം അധ്യായത്തിലൂടെ ആരാധനയും അതിൻ്റെ ചട്ടങ്ങളൊക്കെ ലഭിച്ചത് യഹൂദനാണ്. ആ സമയത്ത് വിജാതീയരായിരുന്ന നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഇന്ന് കടന്നു വരികയാണ്. കൃപാസനത്തിലേക്ക് അടുത്തു വന്ന് നാം സത്യദൈവത്തെ ആരാധിക്കുകയാണ്. ആത്മാവിലുള്ള ആരാധന എന്ന് പറയുമ്പോൾ, കൃപാസനത്തിലേക്ക് അടുത്തു എന്ന് പറയുമ്പോൾ ദൈവസന്നിധിയിലേക്ക് അടുത്തു, ദൈവസാന്നിധ്യം അനുഭവിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ സാരം. അങ്ങനെ ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നാം ഇന്ന് ദൈവത്തെ ആരാധിക്കുകയാണ് ആത്മാവിൽ. നിങ്ങൾക്ക് കൈകളെയൊക്കെ തട്ടി ആരാധിക്കാൻ കേട്ടോ. ഇനി അത് പറഞ്ഞില്ല എന്നുള്ള സങ്കടമൊന്നും വേണ്ട. നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കരങ്ങളെ അടിച്ചോ അടിക്കാതെയോ ഒക്കെ ദൈവത്തെ ആരാധിക്കാം. അതേസമയം നിങ്ങൾ പാട്ടുകൾ പാടുമ്പോൾ താളത്തിന് വേണ്ടി ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കാം. നിശ്ചയമായി അതൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, വീണ്ടും അതൊന്നുകൂടെ പറയുകയാണ്, നമ്മുടെ ജീവിതം തന്നെ ബലിപീഠത്തിൽ കത്തി അമരണം, സമർപ്പിതരായിരിക്കണം നമ്മൾ. അങ്ങനെ യാഗപീഠവും ധൂപപീഠവും ചേർത്ത് വെച്ച് പഠിക്കണം. യാഗപീഠം കാണിക്കുന്ന നാം സമർപ്പിതരായിരിക്കണം എന്നുള്ളതാണ്. ധൂപപീഠം കാണിക്കുന്നത് നമ്മുടെ ലൈഫ് കത്തി അമർന്ന് സുഗന്ധം പരത്തണം എന്നുള്ളതാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതൊക്കെ നമ്മൾ ചേർത്ത് വെച്ചാണ് പഠിക്കുന്നത്. അവിടെ 2 ഉപകരണങ്ങളാണെങ്കിൽ ഇവിടെ അത് 2 ചേർത്ത് വെച്ച് നമ്മൾ പറയും. നാം സമർപ്പിതരായിരിക്കണം. സമർപ്പിതൻ്റെ ജീവിതത്തിൽ നിന്ന് സൗരഭ്യം പരക്കുന്ന സത്യാരാധന വെളിപ്പെടും. അവൻ അനേക കഷ്ടങ്ങളിലൂടെ മുൻപോട്ട് പോകും. അങ്ങനെ പോകുന്ന സമയത്ത് അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും, അല്ലേ? അങ്ങനെ കഷ്ടങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ ഈ പറയപ്പെട്ട മരക്കറയൊക്കെ പുറത്തേക്ക് വരികയാണ്. അത് പ്രോസസ്സ് ചെയ്ത് അത് ധൂപപീഠത്തിലേക്ക് എത്തിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ സത്യാരാധന വെളിപ്പെടും. അതിന് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.